ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിഞ്ചി. ഇന്ന് നമ്മൾ വെറുതെ ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വെറുതെ ഒരു പാർക്കിലൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇതെന്താണെന്ന് അറിയോ ഫ്രണ്ട്സ്? ഇലക്ട്രിക് വണ്ടികളൊക്കെ ചാർജ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് വെച്ചിട്ടാണ് ഇലക്ട്രിക് വണ്ടികളുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ വീണ്ടും എടുത്തത്. അങ്ങനെ ഞാൻ പാർക്കിലെത്തി. നല്ല അടിപൊളി പാർക്കായിരുന്നു. അത് തണുപ്പ് കാലത്തൊക്കെ പകൽ സമയത്ത് വെയിൽ കൊള്ളാൻ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖാണ്. ഇവിടെ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെറുതായിട്ടുണ്ട്. നല്ല അടിപൊളി പാർക്കാണ്. നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. വലിയ ഒരു പാർക്കാണ്. അവിടെ കുറച്ച് കളിക്കട്ടെ. അവിടെ കളിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികളുടെ കളിക്കാൻ വേണ്ടി വന്നിട്ട് ഹിന്ദിക്കാരാണ്. ഞാൻ അല്ലേ കളിക്കുമ്പോൾ നല്ല സൂപ്പർ കളിക്കുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പാർക്ക്. അവിടെ കുറച്ച് കളിച്ച് ഞാൻ ഇപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ ഇവിടെ വന്നിരിക്കുവാണ്. അവിടെ കുറേ ഏട്ടന്മാർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. നോക്കിയേ, സൂപ്പർ അല്ലേ? പാർക്കിലൊക്കെ കുറച്ച് കളിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഇവിടെ അയന്നയിലുള്ള ഒരു കേരള ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. നമ്മൾ അയന്നയിൽ പോയാൽ കൂടുതൽ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത്. അത്യാവശ്യം നല്ല ഫുഡാണ് ഇവിടുത്തെ. നമ്മൾ കേരള ദം ബിരിയാണി ആണ് മേടിച്ചത്. നമ്മളെ നാട്ടിലെ പോലത്തെ ടേസ്റ്റ് കിട്ടൂലെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് അയന്ന മാർക്കറ്റ്. അങ്ങനെ നമ്മൾ നേരെ പോയത് ഡൽഹി ഹാട്ടിലാണ്. അവിടെ എന്തൊക്കെയോ കാണാനൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പാസ് എടുക്കണം. അതിൻ്റെ പുറത്ത് എന്തെല്ലോ വിൽക്കണൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതലും ഷോക്കേസിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. എല്ലാ സാധനം കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്? തോൽപ്പാവ കൂത്തിലൊക്കെ ഉപയോഗിക്കുന്ന പാവകളെ പോലെ ഇത് കാണാൻ. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ക്യൂട്ട് പശുക്കുട്ടീൻ്റെ സ്റ്റാച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്തെല്ലോ കാണാനുണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഒരു വലിയ ഒരു ആനക്കുട്ടി. ജീവനുള്ള ആനയെ പോലെ തന്നെ ഉണ്ടല്ലേ? ഇവിടെ കൂടുതൽ ഡ്രസ്സുകള്, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാച്ചുകള്, അതൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. കുറെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്, ഫ്രെയിം ചെയ്ത് വെച്ചത്. ഓരോ പെയിന്റിംഗ് ഒക്കെ കാണാൻ എന്ത് രസാ. ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ലിപ്സ്റ്റിക്ക്. ഇത് ലിപ്സ്റ്റിക്കുള്ള ലൈറ്ററാണ്. ഓരോ ഷേപ്പുള്ള ലൈറ്ററുകൾ
അടിപൊളി, നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. പിന്നെ ഈ കാണുന്നതൊക്കെ കീ ചെയിനുകളാണ്. എന്റെ അമ്മ നോക്കുന്നത് എന്താന്ന് മനസ്സിലായ? അതൊക്കെ പാദസരങ്ങളാണ്, പല മോഡലിലുള്ള പാദസരങ്ങള്. അതിന്റെ മേലെ കാണുന്നത് പാലുകള്. അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ കുറെ ദൂരം നടന്ന് കാണാൻ എന്തെല്ലോ ഉണ്ട്. പഠിപ്പിക്കണമായിരുന്നു, പക്ഷെ കുറെ തിരക്കായതുകൊണ്ട് പഠിച്ചില്ല. ഇവിടെ എന്തൊക്കെയോ വെറൈറ്റി ടോയ്സുകളൊക്കെ ഉണ്ട്. ഈ ഒരു ടോയ് വണ്ടി കണ്ട ഫ്രണ്ട്സ്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വണ്ടി നിലത്ത് വെച്ചിട്ട് നൂല് കൊണ്ട് വലിക്കുമ്പോ കട്ടക്കട്ടയെ പറഞ്ഞിട്ട് ഒച്ചയുണ്ടാവും. അത് ഞാൻ വരച്ചു. അത് ഞാൻ ഒട്ടിക്കൊണ്ട് തന്നെയാണ് നടന്ന് പോയത്. ഇവിടെ ബേക്കറി, ഡ്രൈ ഫ്രൂട്ട്സാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടോ ഫ്രണ്ട്സ്? എന്ത് രസമായിട്ടാണ് ആ മാമന് ഇത് വായിക്കുന്നത്. इसे बुलाते क्या है? इसे क्या बुलाते हैं? सारंगी, कोई राम सागर, कोई शिकारा. എനിക്കത് അങ്കിളാക്കുന്ന പോലെ രസത്തിനാക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനാക്കുമ്പോ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അച്ഛനാക്കുമ്പോ ഒരു സൗണ്ടും വരുന്നില്ല. ഷെയിം ഷെയിം. ഞാൻ ആ വണ്ടി വാങ്ങിയ ശേഷം നിലത്തെ കൂടെ ഉരുട്ടി തന്നെയാണ് നടക്കുന്നത്. बॉम्बे में? अच्छा, बच्चे हैं? ഈ ഒരു കടയിൽ ഫുള്ള് ആന്റിക് കളക്ഷൻസ് ആണ്. ഓരോ സ്റ്റാച്യൂസ് കാണുമ്പോൾ കണ്ണെടുക്കാൻ പറ്റൂല, അത്രക്ക് ഭംഗിയാണ്.
ഒരു കുട്ടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടി അത് ഓടിച്ച് കളിച്ചു. എൻ്റെ ടോയ്സിന് അത്ര വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട്. ഞാൻ ഇത് ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ഏതൊരു അങ്ങള് വന്നിട്ട് അറിയാണ്ട് ചവിട്ടി. ആ ഒരു ചോട്ടന് ആ വണ്ടി പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ആ വണ്ടി. അത് പൊട്ടിപ്പോയപ്പോൾ ഞാൻ ഭയങ്കര സാഡായി. രണ്ടാമത് ഒരെണ്ണം മേടിക്കാതെ വിചാരിച്ച ആ അങ്കിളിനെയും കണ്ടില്ല. ഈ കളർ നൂലുകൾ കണ്ടോ ഫ്രണ്ട്സ്? ഇത് മുടിയിൽ മെനഞ്ഞിട്ട് തേണ്ട സാധനമാണ്. ഈ ദീദിന്റെ കയ്യിൽ കണ്ടോ മെനഞ്ഞിട്ട്? ഇവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.